ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. അത് കുറേ പേര് പറയാറുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അതിന് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഒരു 5 minutes നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നതുപോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ആ കാറ് വാങ്ങിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്. നിങ്ങളിപ്പോൾ ഒരു ജോബാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ജോബിലാണ്, നിങ്ങൾക്ക് ആ ജോബ് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളൊരു 5 minutes വിഷ്വലൈസേഷൻ നടത്തുക. ഇത് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. മാത്രമല്ല, ഈ ഒരു വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ മോർണിംഗ് അതുപോലെ തന്നെ നൈറ്റ് നല്ല സമയമാണെന്ന് പറയാറുണ്ട്. അതായത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും എന്ന് കരുതി പകൽ സമയത്ത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യരുത്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പകൽ സമയത്തും കിനാവ് കാണാറുണ്ട്. അതായത് ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതായിട്ടും അങ്ങനെ ഭാവിയൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഒരു 5 minute നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നൈറ്റും മോർണിംഗും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾ വേറെ എന്ത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് 55x5 അങ്ങനെ ഏത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. യൂണിവേഴ്സ് എന്നല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് നിങ്ങൾ നന്ദി പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഇത്രയും തന്നതെന്ന്, ഇപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആ കാര്യങ്ങളൊക്കെ, അതൊക്കെ എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അതേപോലെ റിസൾട്ട് കിട്ടണം എന്നില്ല. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് നന്ദി പറഞ്ഞേ പറ്റൂ. ചെറിയ രീതിയിലെങ്കിലും ഒരു താങ്ക്സ് പറയണം. അത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതൊന്നും അല്ല, എങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുത്തു, അപ്പോൾ അവർ ഒരു രീതിയിലും അതിനെ മൈൻഡ് ചെയ്തില്ല, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം അവർ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് വേണ്ടി വന്ന ഒരു ഹെൽപ്പാണ് നമ്മൾ ചെയ്തു കൊടുത്തതെന്നുണ്ടെങ്കിലും അവരത് ഓക്കെ എന്ന് പറയും. നെക്സ്റ്റ് ടൈം അവർ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്തു കൊടുക്കും. അപ്പോഴും പ്രത്യേകിച്ച് താങ്ക്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും, എന്തത് ഒന്നും ഒരു മൈൻഡ് ആക്കുന്നില്ല, ഞാൻ ഇത്ര ചെയ്തു കൊടുത്തിട്ടൊന്നും പറയുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. 3-ാം പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ അവർ ചോദിക്കുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കും. അപ്പോഴും നമ്മളടുത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ 4-ാമത്തെ പ്രാവശ്യം നമ്മൾ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാലും പറ്റില്ല എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും അതിനൊന്നും വലിയ വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. യൂണിവേഴ്സ് ആണെങ്കിലും എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ലത് യൂണിവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓരോന്നിനും നിങ്ങൾ നന്ദി പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. ഈ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോസിറ്റീവായിട്ട് ഇരുന്നാലേ നമുക്കത് പറ്റുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും പലരും ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ തെറ്റ് തന്നെയാണ്, ഇല്ല എനിക്കതിന് അർഹതയുണ്ടോ, ഇല്ല അർഹതയില്ല, വേണ്ട എന്നൊരു സംഭവം നമ്മുടെ മൈൻഡിലേക്ക് വരും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത് ചെയ്യണോ, ഇത് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആകുമോ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കുമോ, ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുമോ, കിട്ടിയില്ലെങ്കിലോ, എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഇവിടെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുന്നുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് വരുന്ന സമയത്ത്
നമ്മളിലേക്കുള്ള വരാനിരിക്കുന്ന ആ ഒരു പോസിറ്റീവ്, അതിൻ്റെ ബ്ലോക്കാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആ ഒരു കാര്യം നടക്കാനുള്ള ഒരു ബ്ലോക്ക് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതിയെയാണ്. പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും അത് നടക്കും, നടന്നിരിക്കും എന്നുള്ള കാര്യം തന്നെ നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അർഹനാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്, അവരുടെ സ്നേഹം കിട്ടാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്, ഒരു കാറ് വാങ്ങാനുണ്ടെങ്കിൽ അതിനുള്ള അർഹനാണ് നിങ്ങൾ. ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരരുത്, നടക്കുമോ നടക്കില്ലേ ഇങ്ങനെയുള്ള ചിന്താഗതി പാടില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും വിശ്വാസം വേണം. സോ വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു കാര്യം നേടാൻ വേണ്ടി നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ജോബിന് ട്രൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് നേടണമെന്ന് വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ എടുക്കാം, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സിന് നമുക്ക് വേണ്ടത് നമ്മൾ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? സ്കില്ല് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അതായത് ആ ഒരു കോഴ്സ് പഠിച്ച് അതിൻ്റെ ജോബിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. കാരണം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൽ നിങ്ങളുടെ സ്കില്ല് അവർ നന്നായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതുണ്ടെങ്കിൽ ആ ജോബ് കിട്ടുള്ളൂ. സോ ഒരു ഇൻ്റർവ്യൂ വന്നു, ഓപ്പർച്യൂണിറ്റി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഓപ്പർച്യൂണിറ്റി വരുത്തുന്നത് യൂണിവേഴ്സ് ആണെങ്കിൽ അത് നേടിയെടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ എന്തായാലും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഇപ്പോൾ സ്കില്ലാണെങ്കിൽ സ്കില്ല്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഒരു സ്റ്റെപ്പ് നിങ്ങളായിട്ട് എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ആക്ഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് യൂണിവേഴ്സ് എനിക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇപ്പൊ നമ്മൾ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ ആ ജോബ് നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ആ ഒരു ജോബ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിൽ ആ ഒരു ആഗ്രഹം നേടാൻ വേണ്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും. പിന്നെയുള്ള ഭാഗ്യം അത് നമുക്ക് യൂണിവേഴ്സ് തന്നോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആക്ഷൻസ് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളെ പലപ്പോഴും, എനിക്കിപ്പോഴും പറയാനുള്ളത്, പലപ്പോഴും പലരുടെയും ഭാഗത്ത് നിന്ന് കാണാറുണ്ട് ഒരു വിശ്വാസം ഇല്ലാണ്ട് പലതും ചെയ്യുക എന്നുള്ളത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിലൊക്കെ ഒരു വിശ്വാസമില്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്. വിശ്വാസം ഇല്ലാണ്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടാതെ, അതായത് ഒരു വിശ്വാസവും ഇല്ലാതെ ഈ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടാതെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. നമ്മൾ ചെയ്തത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 100 പേര് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 5 or 6 ആൾക്ക് മാത്രമേ ശരിയായ രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. ബിക്കോസ് അവർ മാത്രമാണ് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതല്ലാതെ മറ്റു പല മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കധികം വൈകാതെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്